റാഫി കരീം തുടരുന്നുണ്ട്. റാഫി, എടക്കരയിലെ UDF-ന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? റോഡ് ഷോ പുരോഗമിക്കും തോറും റോഡ് ഷോയ്ക്ക് ആ മനുഷ്യ മഹാസാഗരത്തിന് നീളം കൂടുന്നുണ്ടോ റാഫി? ഹാഷിമി, തീർച്ചയായും ഈ റോഡ് ഷോ ഇപ്പോൾ ചുങ്കത്തറ എത്തിയിരിക്കുകയാണ്. ഇനി നിലമ്പൂർ നഗരത്തിലേക്കാണ് ഈ റോഡ് ഷോ കടക്കുക. അല്പസമയം മുൻപാണ് റോഡ് ഷോ ചുങ്കത്തറ എത്തിയത്. ഇനി നിലമ്പൂർ നഗരമാണുള്ളത്. നേരത്തെ ഈ റോഡ് ഷോ ആരംഭിച്ചത് മുതൽ വഴിക്കടവ് മുതൽ വലിയ ജനക്കൂട്ടം ഈ റോഡ് ഷോയോടൊപ്പം ഉണ്ടായിരുന്നു. അല്പസമയം മുൻപ് നമ്മൾ നേതാക്കളോട് സംസാരിച്ചിരുന്നു, ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകളോട് സംസാരിച്ചിരുന്നു. 22 ദിവസം കിട്ടിയ പ്രചരണം, ആ പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ പങ്കുവെക്കുന്ന പ്രതീക്ഷ. സാധാരണഗതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, വഴിനീളെ കാത്തു നിൽക്കുന്നത് നിഷ്പക്ഷരായ ജനങ്ങളാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കല്ലാതെ അനുഭാവം മാത്രമുള്ള ജനങ്ങളാണ് കാത്തു നിൽക്കുന്നത്, നിഷ്പക്ഷരായ ആളുകളാണ് കാത്തു നിൽക്കുന്നത്. അത് ഈ പ്രചരണത്തിന്റെ വിജയമാണ് എന്നുള്ളതാണ് ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ 24-നോട് പറഞ്ഞത്. അത് ആ പറഞ്ഞതിനൊരു കാര്യമുണ്ട്. കാരണം ഈ പ്രചരണം കടന്നു പോകുമ്പോൾ വലിയ ജനക്കൂട്ടം റോഡരികിലുണ്ടായിരുന്നു. 27 കിലോമീറ്റർ നീളുന്ന പ്രചരണ റോഡ് ഷോ ആയിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ഈ റോഡ് ഷോ ഏകദേശം പകുതിയിലധികം ദൂരം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ചുങ്കത്തറ കഴിഞ്ഞിനി 9 കിലോമീറ്റർ മാത്രമാണ് നിലമ്പൂർ നഗരത്തിലേക്കുള്ളത്. 20 കിലോമീറ്ററോളം ദൂരം പൂർത്തിയാക്കുമ്പോൾ വലിയ ജനക്കൂട്ടമുണ്ട്. ഈ റോഡ് ഷോയുടെ നീളം, അത് ആ റോഡ് ഷോയുടെ ജനക്കൂട്ടം അത് കൂടി വരുന്നതാണ്. ഓരോ ടൗണും പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 22 ദിവസം കാടിളക്കിയുള്ള ഒരു പ്രചരണത്തിന്, നാടറിഞ്ഞുള്ള ഒരു പ്രചരണത്തിന് കോൺഗ്രസിന് സാധിച്ചിരുന്നു. ആ പ്രചരണം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. ആ നിലയിലുള്ള ജനക്കൂട്ടത്തെ വഴിയരികിൽ കാണാൻ സാധിക്കുന്നുണ്ട്. PV അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വവും ഒന്നും UDF ക്യാമ്പിനെ ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് UDF നേതൃത്വം പങ്കുവയ്ക്കുന്നത്. നേരത്തെ യൂസഫ് പത്താന്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവർ വലിയൊരു റാലി സംഘടിപ്പിച്ചിരുന്നു, ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. ഇത് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പ്രവർത്തകർക്കിടയിലെങ്കിൽ പോലും അല്പം ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന നിലയിലുള്ള റോഡ് ഷോ ആയിരുന്നു അൻവറിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. എന്നാൽ അതിനപ്പുറം വലിയ ശക്തി പ്രകടനമാണ് UDF ഇന്ന് ഈ കൊട്ടിക്കലാശത്തിൽ കാണിച്ചിരിക്കുന്നത്. കലാശക്കൊട്ട് വേദിയെ UDF-ന്റെ ദൗർബല്യങ്ങളെ എല്ലാം മറികടന്നുള്ള ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് UDF. യുവ നേതാക്കളാണ് ഈ റോഡ് ഷോയുടെ ആദ്യഘട്ടം മുതൽ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ളത്. ഇനി നിലമ്പൂരിലേക്ക് എത്തുമ്പോഴായിരിക്കും UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതിൽ KPCC അധ്യക്ഷൻ KC വേണുഗോപാൽ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ നിലമ്പൂരിലുണ്ട്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും നിലമ്പൂരിലെ UDF-ന്റെ റോഡ് ഷോ ഉണ്ടാവുക, UDF-ന്റെ കലാശക്കൊട്ടുണ്ടാവുക. എന്തായാലും വലിയ ജനസഞ്ചയമുണ്ട് ഈ റോഡ് ഷോയിൽ. അത് UDF നേതാക്കൾക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. അല്പസമയം മുൻപ് നമ്മൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ PK ഫിറോസിനോട് സംസാരിച്ചിരുന്നു. PK ഫിറോസ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, അവർ എല്ലാവരും തന്നെ മികച്ച നിലയിൽ ഇവിടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ്. യൂത്ത് ലീഗും മുസ്ലിം എല്ലാവരും പറഞ്ഞ് ജയിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി പറഞ്ഞത്. മോഹൻ ജോർജ് പറഞ്ഞ് സംസാരിച്ചത് പറഞ്ഞ് അദ്ദേഹം ജയിക്കുമെന്നാണ് പറയുന്നത്. PV അൻവർ ഉറപ്പായി ജയിക്കുമെന്ന് പറയുന്നു. M സ്വരാജ് അതിലും ഉറപ്പായി ജയിക്കുമെന്ന് പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് അതിലും ഉറപ്പായി ജയിക്കുമെന്ന് പറയുന്നു. എന്തായാലും മുന്നണികൾ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നല്ലാതെ ഞാൻ തോക്കും എന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ പറഞ്ഞ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിന്റെ മാറ്റുരക്കലാകാൻ പോകുന്നു മറ്റന്നാൾ. ഈ കാണുന്ന കാഴ്ചകൾ അതിന്റെ ആവേശപ്രകടനമാവുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് വിളിക്കുന്നവർ നിലമ്പൂരിൽ പക്ഷെ കുറവാണ്. എല്ലാവരും വിളിക്കുക ബാപ്പുട്ടിക്ക എന്നുള്ളതാണ്. അതിപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും ആര്യാടൻ ഷൗക്കത്ത് എന്ന് വിളിച്ച് കേട്ടില്ല, ബാപ്പുട്ടിക്ക എന്ന് തന്നെയാണ് വിളിക്കുക. ബാപ്പുട്ടിക്ക എന്ന് വിളിക്കുന്നതിൽ ഒരു സ്നേഹമുണ്ടെന്നും ആ സ്നേഹം അവിടുത്തുകാരെന്നുള്ള അവിടെ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ താഴെത്തട്ടിലുള്ള നേതാവ് എന്നുള്ളതിലേക്ക് അത് വോട്ടായി മാറുമെന്നും UDF ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതേസമയം M സ്വരാജിന്റെ പ്രതിച്ഛായ, ആ സമയം അദ്ദേഹം വന്നതൊരു അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്ന ഒരു വരവായിരുന്നു സ്വരാജിന്റെ വരവ്. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ കടുകിട പിന്നോട്ട് പോകാത്ത പ്രകൃതം, അതൊക്കെ വേറൊരു തരത്തിൽ വോട്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. അങ്ങനെ UDF LDF മുന്നണികൾ തങ്ങൾ ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതാ കുട്ടിക്കലാശം കയറി, ഇത് അവസാനിക്കാൻ ഇനി 3 മണിക്കൂർ മാത്രം ബാക്കി.